Hello friends, welcome to Toppers World. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്റർ ആണ് മാത്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അരിത്തമെറ്റിക് സീക്വൻസസ് ആണ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ. അതിന്റെ മലയാളം സമാന്തര ശ്രേണികൾ. അതിൽ ആദ്യത്തെ പേജിൽ അവർ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, എന്താണ് ഇവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് തുടങ്ങുന്ന സാധാരണ നമ്പറുകളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇവൻ നമ്പേഴ്സ് 2, 4, 6, 8 അങ്ങനെ പോണ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം 1, 3, 5, 7, 9 അങ്ങനെ തുടങ്ങുന്ന നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ എന്താണ്, ഏത് ഒരു പാറ്റേൺ വരുമ്പോഴാണ് നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയുക, എപ്പോഴാണ് അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറെ പാറ്റേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. അപ്പൊ അവിടെ നമുക്ക് ആദ്യം 3 ഡോട്ട് ഉണ്ട്, അടുത്തതിൽ 6 ഡോട്ട് ഉണ്ട്, അതുപോലെ ഡോട്ട്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അവർ പറഞ്ഞിരിക്കുന്നത് ഓരോ ട്രയാങ്കിളും എത്ര ഡോട്ട്സ് ഉണ്ട്, ഇനി നമുക്ക് ഇവർ 3 തന്നിട്ടുണ്ട്, നമ്മൾ 3 അതുപോലത്തെ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ എത്ര ഡോട്ട്സ് വേണം, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. എപ്പോഴാണ് നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം? ഇപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിൽ ആദ്യം 3, പിന്നെ 6, പിന്നെ 10. നമുക്ക് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ്, അതായത് 3, 6, 10. അപ്പം 3 ഉം 6ന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം എത്രയാണ്? 3. 10ന്റെ 6ന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം എത്രയാണ്? 4. സോ ഇവിടെ 3, 6, 10. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ 6 - 3 ചെയ്യുമ്പോൾ 3 ആണ്. അതേപോലെ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യണം, എല്ലാത്തിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം സെയിം ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമ്മൾ 10 - 6 ചെയ്ത് നോക്കി, അപ്പം 4 ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം എന്തല്ല, സെയിം അല്ല, ഓരോ നമ്പറുകൾ കൂടിയാണ് വരുന്നത്. ഇതിന്റെ 3ന്റെ 6ന്റെ ഇടയ്ക്ക് 3 ഗ്യാപ്പ് വന്നു, 6ന്റെയും 10ന്റെ ഇടയ്ക്ക് 4. അപ്പൊ അടുത്ത ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് എന്ന് പറയണത് ഇത് കണ്ടല്ലോ, 10 ആണ് അവർ തന്നിരിക്കുന്ന ഡോട്ട്സ് 10. അപ്പൊ അടുത്ത ഡോട്ടില് 10 + 5 എത്ര എണ്ണം വരും? 15 വരും. അടുത്തത് ഒരു നമ്പറും കൂടി 15 + 6 21 ആവും. നെക്സ്റ്റ് 21 + 7 28 ആയിട്ട് മാറും. സോ നമ്മുടെ സീക്വൻസ് കംപ്ലീറ്റ്ലി മാറും. 3, 6, 10, 15, 21, 28. ഇതിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം സെയിം അല്ല, കോമൺ ഡിഫറൻസ് ഇവിടെ സെയിം അല്ല. നമ്മൾ അടുത്ത 3 ട്രയാങ്കിൾസിന്റെ അതിൽ എത്ര ഡോട്ട്സ് വരുന്നു മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, from the sequence equilateral triangles, square, regular pentagon and so on of regular polygons form the following sequences. അപ്പൊ നമുക്ക് അവർ തന്നിരിക്കുന്നത്, നമ്മൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്താ നിങ്ങൾക്ക് അറിയാം, 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഇതാണ് സ്ക്വയർ. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡുകളായിരിക്കും, 5 സൈഡും ഈക്വൽ. അങ്ങനെ വരുന്ന അതിന്റെ സീക്വൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് നിങ്ങൾക്ക് അറിയാം, ട്രയാങ്കിൾസിന് 3 സൈഡ്, സ്ക്വയറിന് 4, പെന്റഗൺ 5, 6 ഹെക്സഗൺ. ഇങ്ങനെയാണ് പോളിഗൺസിന്റെ കണ്ടിന്യൂഷൻ പോണത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അവർ തന്നിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലൊരു ഫോർമുല വരുന്നുണ്ട്. ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഫോം എന്ന് പറഞ്ഞാൽ n - 2 × 180 ഡിഗ്രി ആണ്. ഇവിടെ ഞാൻ ഡിഗ്രി എഴുതിയിട്ടില്ല, ആക്ച്വലി ഇത് ഡിഗ്രിയിലാണ് നമ്മൾ പറയാ. n - 2 × 180. അപ്പോൾ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, ഓരോന്നിന്റെയും കണ്ടുപിടിക്കണം. അത് നമ്മൾ ട്രയാങ്കിളുടെ കാണണം, അങ്ങനെ ഓരോന്നിനെയും നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ട്രയാങ്കിളിന് 3 സൈഡാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്മൾ n ആയിട്ട് എടുക്കുക. അത് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. സോ n = നമ്മൾ എന്തെന്ന് കൊടുത്തു, ട്രയാങ്കിളിലെ സൈഡായ 3 അവിടെ കൊടുത്തു, ഫോർമുലയിൽ 2 അവിടെ ഇട്ടു, വീണ്ടും 180.
അപ്പൊ നമുക്ക് 3 - 2 1 ആണ് വരിക. 1 × 180 ചെയ്യുമ്പോൾ 180 തന്നെ വരും. 180 ഡിഗ്രി തന്നെയാണ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ വരിക. ഇനി സ്ക്വയറിന്റെ ചെയ്യുമ്പോൾ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ വരുന്ന സമയത്ത് എങ്ങനെയാ വരിക? സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന് എന്ന് പറഞ്ഞാൽ 4 വശങ്ങളാണ്. 4 - 2 4 - 2 × 180. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. 2 × 180 360 ഡിഗ്രി വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ് ആയിരിക്കും. സോ n = 5 ആണ്. 5 - 2 × 180. 5 - 2 പറഞ്ഞാൽ 3 ആയിരിക്കും. 3 × 180 ചെയ്താൽ 540 കിട്ടും. അതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെന്റഗൺ. 540 വരും. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള 3 എണ്ണത്തിന്റെ സം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മളത് സീക്വൻസ് 180 360 540 അതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ആൻസർ. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ് അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഔട്ടർ ആംഗിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് ഓൾവേസ് 360 ഡിഗ്രി ആയിരിക്കും. അതിപ്പോ ഏതൊരു പോളിഗൺ ആണെങ്കിലും അതിന്റെ ഔട്ടർ ആംഗിളിന്റെ സം ചോദിച്ചാൽ 360 ഡിഗ്രി ആണ്. സോ ഇതിന്റെ സീക്വൻസ് ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെന്റഗൺ ആണെങ്കിലും ഏതാണെങ്കിലും 360 ഡിഗ്രി തന്നെയാണ് വരിക. സോ ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് അവരുടെ ക്വസ്റ്റ്യൻ ആയ ഒരു ഇന്നർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് സം ഓഫ് എല്ലാത്തിന്റെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, സ്ക്വയർ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പെന്റഗൺ. അപ്പൊ അതിന്റെ ഒരു വശം എത്രയാണെന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സം ടോട്ടൽ ആയിട്ട് 3 സൈഡിന്റെ സം 180 ആണെങ്കിൽ ഒരു സൈഡ് എത്രയാന്ന് കണ്ടുപിടിക്കാൻ, ഒരു ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാൻ 180/3 ചെയ്താൽ മതി. അപ്പൊ 60 ഡിഗ്രി ആണ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ. അതേപോലെ അടുത്ത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡാണ്. സം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 360. 360/4 ചെയ്താൽ 90 ഡിഗ്രി കിട്ടും. 1 സൈഡ് കേട്ടോ. അടുത്തത് പെന്റഗണിന്റെ കേസ് പറഞ്ഞാൽ ടോട്ടൽ 540 ആയിരിക്കും. 540/5 ചെയ്താൽ നമുക്ക് 1 സൈഡ് എന്ത് കിട്ടും? 108 കിട്ടും. അപ്പൊ ഇതാണ് ഒരു ഇന്നർ ആംഗിൾ. അപ്പൊ സോ ദ സീക്വൻസ് വിൽ ബി 60 ഡിഗ്രി 90 ഡിഗ്രി 108 ഡിഗ്രി ഇങ്ങനെ വരും. ഇതിലൊന്നും ഞാൻ ഡിഗ്രി ചേർത്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഡിഗ്രിയിലാണ്, മെഷർമെന്റിലാണ് പറയുക കേട്ടോ. അടുത്തത് ഒരു ഔട്ടർ ആംഗിളിന്റെ കണ്ടുപിടിക്കാൻ. ഞാൻ ഔട്ടർ ആംഗിൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഔട്ടർ ആംഗിൾസിന്റെയും സം 360 ആയിരിക്കും. അതിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 360/3 ട്രയാങ്കിളുടെ. അപ്പൊ ഒരു സൈഡ് 120 ഡിഗ്രി. 360/4 അപ്പൊ ഒരു സൈഡ് 90 ഡിഗ്രി. 360/5 ഒരു സൈഡ് എന്ത് വരും? 72 ഡിഗ്രി. സോ ഇതിന്റെ സീക്വൻസ് 72 90 120 ഡിഗ്രി ഇങ്ങനെയാണ് വരാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leaves remainder 2 on division by 3. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ എഴുതേണ്ടത് ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് ഏതെടുത്താലും നമ്മൾ 3 വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് റിമൈൻഡർ എന്ത് വരണം? 1 വരണം. അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കണം. അതുപോലെ അടുത്തൊരു സീക്വൻസ് നമ്മൾ ഒരു നമ്പർ എടുക്കണു, ഒരു നാച്ചുറൽ നമ്പർ, അതിനെ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണു. അപ്പൊ നമുക്ക് റിമൈൻഡർ 2 വരണം. അങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ടായി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. 1 2 3 4 തുടങ്ങുന്ന നമ്പേഴ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം നാച്ചുറൽ നമ്പറുകളാണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഏത് നമ്പർ ആണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 റിമൈൻഡർ ആക്കി തരുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 1 ആദ്യത്തെ നമ്പർ 1 എടുത്തു. അത് നമ്മൾ കോമൺ ആയി എടുക്കുന്നതാ. അടുത്ത നമ്പർ വെച്ച് പറയാം 4 എന്ന നമ്പർ നമ്മൾ എടുത്തു. 4നെ നമ്മൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരും? 1 വരും. ഓക്കെ, ശിഷ്ടം 1 വരും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കണ്ടീഷൻ അവിടെ ഓക്കെ ആയി. അതുപോലെ അടുത്ത് നോക്കൂ 7നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് റിമൈൻഡർ 1 വരും. അങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ്, എല്ലാത്തിന്റെ ഇടയ്ക്ക് വരുന്ന വ്യത്യാസം 3 തന്നെയാണ്. 4 - 1 3 ആണ്. 7 - 4 3 ആണ്. 10 - 7 3 ആണ്. സോ അങ്ങനെ ഇതൊരു കറക്റ്റ് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തവരുടെ കണ്ടീഷൻ പോലെ നമുക്കൊരു നമ്പർ എടുക്കണു, 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണു, നമുക്ക് റിമൈൻഡർ 2 വരണം. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ 2 തന്നെ എടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ 5 എടുത്തു നോക്കി. 5നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത സമയത്ത് എന്ത് വരുന്നുണ്ട്? 2 തന്നെയാണ് ശിഷ്ടം വരിക, റിമൈൻഡർ വരിക.
അടുത്തത് നോക്കുക 8. 8നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 2 തന്നെയാണ് റിമൈൻഡർ വരിക. ഇനി ഞാൻ നോക്കിയത് ഇതിന്റെ ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കാണുമെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഈ ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ്. പക്ഷെ നമ്മൾ അത് മാത്രമല്ല ചെക്ക് ചെയ്യുക, ഒരു നമ്പറുകളും അടുത്തൊരു നമ്പറും കൂടി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. 8ന്ന് 5 കൂടി മൈനസ് ചെയ്ത് നോക്കുക. അപ്പോഴും സെയിം നമ്പർ തന്നെയാണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് സെയിം ആണ്. എപ്പോഴും കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനൊരു സീക്വൻസ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ 2, 5, 8, 11, 14 എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി നിങ്ങൾക്ക് എഴുതാം, ഇതാണ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 കിട്ടുന്ന ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Write in ascending order the sequence of natural numbers with last digit 1 or 6. Describe the sequence in 2 other ways. അതായത് നമ്മള് ലാസ്റ്റ് 1ൽ എൻഡ് ചെയ്യണ അല്ലെങ്കിൽ 6ൽ എൻഡ് ചെയ്യണ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളോട് വേറെ 2 സീക്വൻസ് നമ്മളോട് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് എൻഡ് ചെയ്യണത് നമ്പേഴ്സ് എൻഡ് ചെയ്യണ 1ലോ 6ലോ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒന്ന് തന്നെയാണ്. അടുത്തത് 6, ദെൻ നെക്സ്റ്റ് നമുക്ക് 1, 6, പിന്നെ ഏതായിരിക്കും 11, അത് കഴിഞ്ഞാൽ 16, 21, 26, 31, 36, 41, 46 ഇങ്ങനെ പോവും. 1ലും 6ലും എൻഡ് ചെയ്യണ നമ്പേഴ്സ് ഇതുപോലെയാണ് പോവുക. ഇതിന്റെ ഇടയ്ക്ക് ഇത് സീക്വൻസ് തന്നെ ആയിരിക്കണം കേട്ടോ. അതായത് ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ് എപ്പോഴും ചെക്ക് ചെയ്യണം. അതായത് ഈ 6ന്ന് 1 മൈനസ് ചെയ്താൽ 5 വരുന്നുണ്ട്, 11ന്ന് 6 മൈനസ് ചെയ്താൽ 5 വരുന്നുണ്ട്, 16ന്ന് 11 മൈനസ് ചെയ്താൽ 5 വരുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാം ഡിഫറൻസ് സെയിം ആണ്. സോ ഇതൊരു സീക്വൻസ് ആണ്. ഇനി നമ്മളോട് 2 എണ്ണത്തിൽ വേറെ 2 സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സീക്വൻസ് ആണ്. നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 3 or 8. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 3ഓ 8ഓ വരുന്ന പോലെ ഒരു സീക്വൻസ് ഉണ്ടാക്കാനാണ് ആദ്യം ഞാൻ ചെയ്തത്. അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റ് 3 തന്നെ എടുത്തു, അടുത്തത് 8, പിന്നെ 13, 18, 23, 28 ഇങ്ങനെ പോകും. ബട്ട് അത് സീക്വൻസ് ആണോന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഇടയ്ക്ക് വരുന്ന കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കണം. കോമൺ ഡിഫറൻസ് കാണാന്ന് പറഞ്ഞാൽ ഈ 8ൽ നിന്ന് ഈ 3 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും നോക്കുക? 5 കിട്ടും. അതുപോലെ 13ൽ നിന്ന് ഈ 8 മൈനസ് ചെയ്ത് നോക്കുക, അപ്പോഴും നമുക്ക് 5 കിട്ടും. അങ്ങനെ ഇതിന്റെ ഇടയ്ക്കുള്ള 2 നമ്പേഴ്സ് മൈനസ് ചെയ്ത് നോക്കുമ്പോൾ കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. അതേപോലെ അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 2 or 7. 2, then 7, 12, 17, 22, 27. ഇതിന്റെ ഇടയ്ക്കും എന്ത് തന്നെയാണ്? 5 തന്നെയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സീക്വൻസുകൾ ഉണ്ടാക്കാം. ബട്ട് എന്ത് ശ്രദ്ധിക്കണം? ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് ഒരു 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. The first picture shows an equilateral triangle with a smaller triangle got by joining the midpoints of sides cut off. The second picture shows the same thing done on each of 3 triangles in the first picture. The third picture shows the same thing done on the second picture. How many red triangles are there in each picture? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ തന്നെ കിട്ടും. ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾക്ക് 3 എണ്ണം കാണാം, രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് 9 എണ്ണം കാണാം, അടുത്ത പിക്ചറിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 27 കാണും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ വരുന്ന എന്തെന്ന് പറയണത് റെഡ് ട്രയാങ്കിൾസിന്റെ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, taking the area of whole uncut triangle as 1, compute the area of a small triangle in each picture. അതായത് നമുക്ക് അൺകട്ട് ആയിട്ട് തന്നിരിക്കുന്ന മൊത്തത്തിലൊരു ട്രയാങ്കിളുടെ ഏരിയ 1 ആയിട്ട് എടുക്കുക, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് തന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസിന് അതിന്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യുക. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്തു വെച്ചാൽ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ, മൊത്തത്തിൽ കട്ട് ചെയ്ത ട്രയാങ്കിളുടെ ഏരിയനെ 1 ആയിട്ട് എടുത്തു. ആ ഫസ്റ്റത്തെ പിക്ചർ എടുക്കണു, അതിലൊരു വലിയ ട്രയാങ്കിളിൽ അവർ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 3 റെഡും 1 വൈറ്റും ഉണ്ട്. അപ്പൊ മൊത്തം അത് എന്തായി മാറി? 1/4 പാർട്ടായില്ലേ? ഒരൊറ്റ ട്രയാങ്കിളിൽ 4 പോർഷൻ ഉണ്ടായില്ലേ? 1/4. അതേപോലെ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസിന്റെ സെക്കൻഡ് പിക്ചർ നോക്കൂ, 1/16 ആയിരിക്കും ടോട്ടൽ കൗണ്ട് ചെയ്യുന്ന സമയത്ത്. ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസിന്റെ തേർഡ് പിക്ചറോ 1/64.
നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? നമുക്ക് ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ, നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ റെഡ് ട്രയാങ്കിൾസ് എത്രയാ പറഞ്ഞത്? 3 എണ്ണം. നമ്മൾ ഫസ്റ്റത്തെ ആൻസർ 3 ആണ് എഴുതിയത്. അതിന്റെ ഏരിയ നമ്മൾ എന്താ പറഞ്ഞത്? സ്മോൾ ട്രയാങ്കിൾസിന്റെ 1/4 ആണ്. അത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 3 × 1/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3/4 കിട്ടും. അതാണ് ടോട്ടൽ ഏരിയ വരിക. അടുത്തത് ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസിന്റെ സെക്കൻഡ് പിക്ചർ. സെക്കൻഡ് പിക്ചറിൽ നമ്മൾ അവിടെ 9 കണ്ടുപിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. 9 × അതിന്റെ ഏരിയ 1/16 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9 × 1/16 9/16. അടുത്തത് ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസിന്റെ തേർഡ് പിക്ചർ ആണെങ്കിലോ 27 നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 27 × 1/64 27/64 കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്, നമ്മളത് എഴുതി വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അടുത്തത്, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് 3 സീക്വൻസസ് എഴുതണം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്, ഫസ്റ്റ് സീക്വൻസ് നമ്മൾ എഴുതിയത് 3 9 27 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇടയ്ക്കുള്ള കോമൺ ഡിഫറൻസ് സെയിം അല്ല. 9 - 3 ചെയ്യുമ്പോൾ 27 - 9 ചെയ്യുമ്പോൾ വരുന്ന നമ്പർ സെയിം അല്ല. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഈ 3 - 9 27 നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 3യുടെ സ്ക്വയർ ആണ് 9, അതായത് 3 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 9 കിട്ടുക. 3യുടെ ക്യൂബ് ആണ് ഈ 27, അതായത് 3 × 3 × 3 ചെയ്യുമ്പോഴാണ് ഈ 27 കിട്ടുക. ഈ രീതിക്കാണ് ഈ സീക്വൻസ് പോണത്. സോ അതിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3n ആയിരിക്കും. എന്നിന്റെ അവിടെ നമുക്ക് 1 2 3 4 5 എങ്ങനെ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം കേട്ടോ. 3:1 3:2 3:3 3:4 3:5 ഈ രീതിക്കാണ് ഈ സീക്വൻസ് പോണത്. അപ്പൊ 3:1 ചെയ്യുമ്പോൾ 3 തന്നെയാ, 3:2 ചെയ്യുമ്പോൾ 9, 3യുടെ ക്യൂബ് ആണ് 27. ഇങ്ങനെയാണ് ഈ സീക്വൻസ് പോയിരിക്കുന്നത്. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദി സെക്കൻഡ് സീക്വൻസ്, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പറഞ്ഞാൽ നമ്മൾ ഏരിയ ആക്കിയിരിക്കുകയാണ്. അതിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 1/4n ആണ് വരിക. അപ്പൊ ഈ എന്നിന്റെ അവിടെ 1 2 3 തന്നെയാണ് കൊടുക്കേണ്ടത്. 1/4 ആദ്യം വരും, then 1/16 1/64. ഇവിടെയും 4ന്റെ സ്ക്വയർ 4ന്റെ ക്യൂബ് അങ്ങനെയാണ് വരിക. 4:1 4 സ്ക്വയർ 4 ക്യൂബ് അങ്ങനെയാണ് പോകുന്നത്. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ തേർഡ് സീക്വൻസ് ആണെങ്കിൽ 3/4 ആണ്. ഇവിടെയും സെയിം സംഭവം തന്നെയാണ് വരുന്നത്. 3 × 1/4 അതുപോലെ 9 × 1/4 സ്ക്വയർ വരും. 27 × 1/4 ക്യൂബ് വരും. ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ ആ ആൽജിബ്രിക് എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, check whether each of the sequences given below are arithmetic sequences. Give reason also. Find the common difference of the arithmetic sequences. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നമുക്ക് തന്നിട്ടുണ്ട് അവര്, അത് അർത്ഥമെറ്റിക് സീക്വൻസസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിൽ ഇവര് നേരത്തെ 2 പേജസിൽ ഞാൻ റീഡ് ചെയ്ത് പോയല്ലോ, ആ 2 പേജസിലും പറയണ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു പാറ്റേൺ തന്നിട്ട് അത് അർത്ഥമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്. ഇപ്പൊ ഒരു സീക്വൻസ് അർത്ഥമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ എപ്പോഴാ പറയാന്ന് വെച്ചാൽ, അതിന്റെ ഇടയ്ക്ക് വരുന്ന കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ വ്യത്യാസം, 2 നമ്പറുകൾക്ക് ഇടയ്ക്കുള്ള വ്യത്യാസങ്ങൾ എല്ലാത്തിലും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് അതിന് അർത്ഥമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറയുക. അപ്പൊ ഇവിടെ ഇവർ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യണം. നമ്മൾ സീക്വൻസ് എഴുതിയിട്ടാണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഓക്കെ, അപ്പൊ നാച്ചുറൽ നമ്പറിനെ നമ്മൾ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 1 വരണം. അങ്ങനെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് 4ൽ താഴെയുള്ള നമ്പർ എടുക്കാൻ പറ്റില്ല. ഇൻക്രീസ് ചെയ്ത് ഒരു നമ്പർ ഇൻക്രീസ് ചെയ്ത് എടുത്തു നോക്കുക. അപ്പൊ 5/4 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 വരും.
5നെ 4 വെച്ച് ഹരിച്ചു നോക്കുക, അപ്പൊ ശിഷ്ടം 1 വരും. അതുപോലെ 9/4 റിമൈൻഡർ എന്ത് വരും? 1 വരും. 13/4 റിമൈൻഡർ 1 വരും. 17/4 റിമൈൻഡർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് 5, 9, 13, 17 ഇങ്ങനെ പറഞ്ഞൊരു സീക്വൻസ് ആണ് വരിക. ഇനി ഇതൊരു സീക്വൻസ് ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ 9 - 5 കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 വരും. 13 - 9 ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാ? 4 തന്നെയാണ്. 17 - 13 കോമൺ ഡിഫറൻസ് 4 തന്നെയാണ്. അങ്ങനെ കോമൺ ഡിഫറൻസ് സെയിം വരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്. ഇത് ഞാൻ സൈഡിൽ എഴുതുന്നില്ല. കോമൺ ഡിഫറൻസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4 ആണ്. നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 or 2 ശിഷ്ടം വരാം, റിമൈൻഡർ വരാം. അങ്ങനെയുള്ളത് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ 1 or 2 എന്നാണ്. അപ്പൊ നമ്മൾക്ക് വേറെ നമ്മളിപ്പോ 5/4 എടുക്കുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 1 വരുന്നുണ്ട്. അപ്പൊ ആ കണ്ടീഷൻ അവിടെ ഓക്കെ ആണ്. ഇത് 2 ആണ് റിമൈൻഡർ. 6/4 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. അതുപോലെ നമുക്ക് അടുത്തത് കിട്ടില്ല. 7/4 ചെയ്യുമ്പോൾ വരില്ല. 8 പറ്റില്ല. പിന്നെ നമ്മൾ 9/4 എടുക്കുന്ന സമയത്ത് റിമൈൻഡർ 1 വരും. 10/4 എടുക്കുന്ന സമയത്ത് റിമൈൻഡർ 2 വരും. അപ്പൊ നമ്മൾ ഈ കിട്ടിയ നമ്പേഴ്സ് എല്ലാം നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് 5, 6, 9, 10 ആണ് വരുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യണം ഇത് ഒരു സീക്വൻസ് ആയിരിക്കും എന്ന് ആദ്യം നോക്കുക. ഇപ്പൊ 5ന്റെ 6ന്റെ ഇടയ്ക്ക് എത്ര വ്യത്യാസം? 1 ആണ്. 6 - 5 ചെയ്യുമ്പോൾ 1 വരും. അടുത്ത് നോക്കുക. 9 - 6 ചെയ്യുമ്പോൾ എത്ര വരിക? 3 വരും. അപ്പൊ ഇത് വ്യത്യാസം ഇവിടെ 1, ഇവിടെ 3 അങ്ങനെ വരുന്നു. പിന്നെ 10 - 9 ചെയ്യുമ്പോൾ അഗൈൻ 1 ഡിഫറൻസ് വരുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തല്ല? ദിസ് ഇസ് നോട്ട് ആൻ അർത്ഥമെറ്റിക് സീക്വൻസ്. അർത്ഥമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഈ സീക്വൻസിന്റെ ഇടയ്ക്ക് വരുന്ന ഡിഫറൻസ് എപ്പോഴുമേ സെയിം ആയിരിക്കണം. സോ ദിസ് ഇസ് നോട്ട് ആൻ AP. ദിസ് ഇസ് നോട്ട് ആൻ അർത്ഥമെറ്റിക് സീക്വൻസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49. അങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുക കേട്ടോ. ഒരേ നമ്പറിന് ആ നമ്പർ തന്നെ വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്വയറുകൾ കിട്ടുക. ഞാനിവിടെ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്തത് 2, then അതിന് ശേഷം 2ന്റെ സ്ക്വയർ 4, അതുപോലെ 4ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അങ്ങനെയാണ് പോയിരിക്കണം. 5ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്തല്ല? സെയിം അല്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ സീക്വൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ ഇടയ്ക്ക് നമ്മളിതിപ്പോ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് വരില്ല? നമുക്ക് സെയിം ആയിട്ട് വരില്ല. അപ്പോൾ ഇതൊരു സീക്വൻസ് അല്ല. പിന്നെ ഇവിടെ ഞാൻ ഈ 2 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 2 അല്ല, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് കേട്ടോ. അത് എഴുതിയപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്. ഇത് 2 അല്ല, 1 തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കോമൺ ഡിഫറൻസ് സെയിം അല്ല. സോ ഇത് സീക്വൻസ് അല്ല. അടുത്തത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7 പറഞ്ഞ് പോണ നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതിന് തിരിച്ചിടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചിടുക പറഞ്ഞു കഴിഞ്ഞാൽ 1/1, അതുപോലെ 1/2, 1/3, 1/4, 1/6 അങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം വരില്ല, വ്യത്യാസം വരും. അപ്പോൾ ഇതും എന്തല്ല? അർത്ഥമെറ്റിക് സീക്വൻസ് ആവാൻ ചാൻസ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ പവേഴ്സ് ഓഫ് 2 ആണ്. 2ന്റെ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ 2^1, 2^2, 2^3 അങ്ങനെയാണ് വരിക. 2n ആണ് അതിന്റെ അർത്ഥമെറ്റിക് ആൽജിബ്രിക് എക്സ്പ്രഷൻ വരിക. അപ്പൊ എന്നിന്റെ അവിടെ 1, 2, 3, 4, 5, 6 ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ 2^1 ചെയ്യുമ്പോൾ 2 തന്നെ വരും. 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4 വരും. 2 ക്യൂബ് ചെയ്യുന്ന സമയത്ത് 8 വരും. 2^4 ചെയ്യുമ്പോൾ 16 വരും. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കുക. 4 - 2 നോക്കുക, 8 - 4 നോക്കുക, 16 - 8 നോക്കുക. ഇതിന്റെ ഇടയ്ക്കുള്ള അതായത് കോമൺ ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കുക. സെയിം അല്ല. അപ്പൊ അതെന്തല്ല? ഇതും ഒരു അർത്ഥമെറ്റിക് സീക്വൻസ് അല്ല. ഇനി അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ? 1, 3, 5, 7, 9 തുടങ്ങുന്ന എല്ലാമേ ഓഡ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ പകുതി, ഇപ്പൊ 1ന്റെ പകുതി 1/2, അതുപോലെ 3/2, 5/2, 7/2, 9/2. ഇത് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുക. ഈ 3/2 - 1/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2/2 വരും.
അതേപോലെ 5/2 മൈനസ് 3/2 ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പോഴും 2/2 വരും. 7/2 മൈനസ് 5/2 ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പോഴും 2/2 വരും. സോ ദിസ് ഇസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ് ഇത്. ഏതൊരു സീക്വൻസ് തന്നാലും അതിന്റെ ഇടയ്ക്ക് എല്ലാത്തിന്റെ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് വരുന്ന വ്യത്യാസം ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര ചെറിയ സ്ക്വയറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ തന്നെ കിട്ടും. ആദ്യത്തെ നോക്കൂ, 1 2 2. അടുത്തത് 1 2 3 4. അടുത്തത് 3 3 6. അടുത്തത് എത്രയായിരിക്കും? 8. 2 4 6 8. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയും, ഈ 4 മൈനസ് 2 ചെയ്താൽ 2 ആണ് കോമൺ ഡിഫറൻസ്. 6 മൈനസ് 4 ചെയ്താലും 2 ആണ്. 8 മൈനസ് 6 ചെയ്താലും എന്തുതന്നെയാണ് കോമൺ ഡിഫറൻസ്? സെയിം ആണ്. കോമൺ ഡിഫറൻസ് ഈസ് സെയിം ഹിയർ. സോ ദിസ് ഇസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, അതാണ് ആദ്യത്തെ ആൻസർ. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എത്ര വലിയ സ്ക്വയറുകൾ ഉണ്ടെന്നാണ്. നിങ്ങൾ ആദ്യത്തെ പിക്ചർ നോക്കൂ, ഇതിൽ എവിടെയെങ്കിലും വലിയ സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇത് രണ്ട് കുഞ്ഞു സ്ക്വയറേ ഉള്ളൂ. നീളത്തിൽ എടുത്തു കഴിഞ്ഞത് സ്ക്വയർ ആണെന്ന് നമ്മൾ പറയില്ല. അടുത്തത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു വലിയ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആദ്യത്തെ പിക്ചറിൽ, ഫസ്റ്റ് പിക്ചറിൽ വലിയ ലാർജ് സ്ക്വയർ ഇല്ല, 0. സെക്കൻഡ് പിക്ചറിൽ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്. തേർഡ് പിക്ചറിൽ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, പിന്നെ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, അപ്പൊ 2 എണ്ണം കിട്ടും. ഓക്കെ, 2. ഫോർത്ത് പിക്ചറിൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, പിന്നെ ഇങ്ങനെ ഒരെണ്ണം എടുത്താൽ 2 എണ്ണം ആവും. പിന്നെ സെന്ററിൽ നമുക്ക് ഒരെണ്ണം കൂടി കട്ട് ചെയ്ത് കിട്ടും, 3 എണ്ണം കിട്ടും. ഫോർത്ത് പിക്ചറിൽ നമുക്കൊരു 3 ലാർജ് സ്ക്വയർ കിട്ടും. സോ നമുക്ക് ഇവിടെ എല്ലാം കൂടി ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ 0 1 2 3 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തുതന്നെയാണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇതിന്റെ കോമൺ ഡിഫറൻസ് എല്ലാത്തിന്റെ ഇടയ്ക്ക് 1 1 ആണ് ഗ്യാപ്പ് വരുന്നത്. 1 1 1 തന്നെയല്ലേ ഇടയില് ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് 1 ആണ്. ഒരു സീക്വൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ? അതായത് ടോട്ടൽ ആയിട്ട് എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. നോക്കൂ, ടോട്ടൽ സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2. സെക്കൻഡ് പിക്ചറിൽ ടോട്ടൽ എടുക്കുമ്പോൾ, അതായത് ലാർജും സ്മോളും കൂടി എടുക്കുമ്പോൾ 5 ആണ്. തേർഡ് പിക്ചറിലും രണ്ടും കൂടി കൗണ്ട് ചെയ്യുമ്പോൾ 8 ആണ്. ഫോർത്തില് 11. ഇതിന്റെ കോമൺ ഡിഫറൻസ് സീക്വൻസ് 2 5 8 11 ആണ്. കോമൺ ഡിഫറൻസ് ചെക്ക് ചെയ്യണം. 5 മൈനസ് 2 ചെയ്ത് നോക്കുക, 3 ആണ്. 8 മൈനസ് 5 ചെയ്ത് നോക്കുക, 3 തന്നെ. 11 മൈനസ് 8 ചെയ്യുമ്പോഴും 3 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In the picture below, the perpendiculars drawn from the bottom line are equally spaced. ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് equally spaced ആണ്. Show that the sequence of the heights of the perpendiculars on continuing this form an arithmetic sequence. അപ്പൊ ഇവിടെ നമ്മളോട് അവര് ഇതൊരു സീക്വൻസിലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഹൈറ്റിനെ h എന്ന് എടുക്കുന്നു, ഡിസ്റ്റൻസിനെ d എന്ന് എടുക്കുന്നു. നമുക്കിവിടെ ഡിസ്റ്റൻസ് വെച്ച് തന്നെ ഇത് അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പല മെത്തേഡിൽ ഇത് ചെയ്യാം. ഞാനിവിടെ കോമൺ ഡിഫറൻസ് മാത്രം ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. ഞാനപ്പോ ഇതിന്റെ ഡിഫറൻസിനെ വെറുതെ d എന്ന് കൊടുത്തു. നിങ്ങൾക്ക് നമ്പേഴ്സ് യൂസ് ചെയ്ത് വേറെ a b അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം. ഇവിടെ ഞാൻ d കൊടുത്തു. ഒരെണ്ണം കൂടി d+1 d+2 d+3 d+4 ഇങ്ങനെ ഈ ഡിസ്റ്റൻസിനെ കവർ ചെയ്ത് പോയി. ദെൻ അതിനുശേഷം ഇതിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് ചെയ്ത് നോക്കാം. ഈ d+1 d മൈനസ് ചെയ്യുമ്പോൾ എന്ത് പോവും? ഈ ഡിയും കട്ടായി പോകും, അപ്പൊ 1 വരും. d+2 അതുപോലെ മൈനസ് d+1 ചെയ്യുമ്പോൾ എന്ത് വന്നോളും? ഈ ഡിയും കട്ടാവും, 2 മൈനസ് 1 1 വരും. ഒരു d+3 മൈനസ് d+2 ചെയ്യുമ്പോഴും എന്ത് വരും? d കട്ടാവും, 3 മൈനസ് 2 ചെയ്യുമ്പോൾ 1 വരും. അപ്പൊ ഇവിടെ നമുക്ക് സീക്വൻസ് ആയിട്ട് d+1 d+2 d+3 d+4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇതെന്ത് തന്നെയാണ്? ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് അപ്പൊ കിട്ടും. എന്താ വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കെല്ലാം ഡിഫറൻസ് 1 തന്നെയാണ് വരിക. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. എച്ചും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അത് ചെയ്യാതെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് പൊസിഷൻ ആൻഡ് ടേം ആണ്. അപ്പൊ നമ്മള്
ഇത്ര നേരം ചെയ്തതിൽ പൊസിഷൻ അങ്ങനെ ടേം വെച്ചിട്ട് ചെയ്തിട്ടില്ല. ഇനിയുള്ളത് പൊസിഷൻ വെച്ച് ടേം ഉണ്ടാവും, അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, in each of the arithmetic sequences below, some of the terms are not written but indicated by, കണ്ടല്ലോ ഒരു ഫില്ല് ചെയ്യാനുള്ള ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ 24, 42, പിന്നെ രണ്ട് ടേം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെപ്പോഴും ടേം എന്നാണ് പറയുക കേട്ടോ. അത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡും ഫോർത്തും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യണം. നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നമുക്ക് അടുപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ മൈനസ് ചെയ്ത് നമുക്ക് അവരുടെ കോമൺ ഡിഫറൻസ് കാണാൻ പറ്റും. അതായത് ഈ 42 നിന്ന് 24 നമുക്ക് മൈനസ് ചെയ്യാം. 42 മൈനസ് 24 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഡിഫറൻസ് കിട്ടും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24 ആണ്, കോമൺ ഡിഫറൻസ് ഇവിടെ 18 ആണ്. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് അടുത്ത തേർഡ് ടേമും ഫോർത്ത് ടേമും ഈസി ആയിട്ട് എഴുതാം. അതായത് ഈ 42ന്റെ കൂടെ ഈ 18 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ, അടുത്ത ടേം, തേർഡ് ടേം കിട്ടും 60. ആ 60യുടെ കൂടെ എഗൈൻ ഈ 18 ആഡ് ചെയ്താൽ അതിന്റെ അടുത്ത ടേമായ 78 കിട്ടും. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് കിട്ടും. അപ്പൊ ഇവിടെ 24, 42, 60, 78 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് നമുക്ക് ഫോം ആയി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡിൽ അവർ ഫസ്റ്റ് ടേം കൊടുത്തിട്ടില്ല, സെക്കൻഡ് ടേമും തേർഡ് ടേമും കൊടുത്തിട്ടുണ്ട്, ഫോർത്ത് ടേമും കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെയും സെയിം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കാണാം. അതായത് ഈ 42ഉം 24ഉം മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആയി 18 കിട്ടും. ഓക്കെ, ഇനി ഈ 24 കാണുന്നുണ്ടല്ലോ, ഈ 24ൽ നിന്ന് ആ 18 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ ഈ 24ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ 6 ആദ്യത്തെ ടേം ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫോർത്ത് കാണാൻ വേണ്ടിയിട്ട് 42ന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ആ 18 ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേമും കിട്ടും 60. അതായത് മുന്നോട്ട് ഒരെണ്ണം കാണാനാണെങ്കിൽ മൈനസ് ചെയ്യുക, ഈ 24ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. ഫ്രണ്ടിൽ, അതായത് മുന്നോട്ട് പറഞ്ഞാൽ മുന്നിലുള്ളത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നിരിക്കുന്ന ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ മതി. ഇതാണ് മെത്തേഡ്. ഇതിന്റെ സീക്വൻസ് 6, 24, 42, 60 വരും. അടുത്തത് നോക്കൂ, അടുത്തത് ഫസ്റ്റ് ടേമും ഇല്ല, സെക്കൻഡ് ടേമും ഇല്ല, തേർഡും ഫോർത്തും ഉണ്ട്. ഇവിടെയും സെയിം തന്നെയാണ് കാണാൻ പോണത്. ഈ പറയുന്ന പോലെ 42ഉം 24 മൈനസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് കണ്ടിട്ട് ആ കിട്ടുന്ന കോമൺ ഡിഫറൻസിനെ മൈനസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനാണ് പോണത്. ഉണ്ടല്ലോ, തേർഡ് ടേം 24ഉം 42ഉം തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം കോമൺ ഡിഫറൻസ് 18 കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 24ന്ന് 18 മൈനസ് ചെയ്ത് 6 കിട്ടും, അത് സെക്കൻഡ് ടേം ആണ്. ഫസ്റ്റ് ടേം കാണാനോ 6ന്ന് 18 മൈനസ് ചെയ്യുക, അപ്പൊ -12 കിട്ടും, അത് ഫസ്റ്റ് ടേം ആയിരിക്കും. അപ്പൊ നമ്മുടെ സീക്വൻസ് -12, 6, 24, 42 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 24, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം 42, ഫോർത്ത് ടേം തന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും. നമുക്ക് അടുത്തടുത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമായിരുന്നു, പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ നമുക്ക് പക്ഷെ സെക്കൻഡ് ടേം കാണാൻ ഒരു വഴിയുണ്ട്. സെക്കൻഡ് ടേം കാണാൻ ഈ തന്നിരിക്കുന്ന ഗ്യാപ്പ് വരുന്നുണ്ടോ, 42, 24ന്റെ ഇടയ്ക്കാണ് സെക്കൻഡ് ടേം കാണാൻ ഈ തേർഡ് ടേമും ഫസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് 42 + 24 ചെയ്യുക, 66 കിട്ടും, 66/2 ചെയ്യുക, അപ്പൊ 33 കിട്ടും. 33 ആയിരിക്കും സെക്കൻഡ് ടേം ആയിട്ട് വരിക. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് പിന്നീട് നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം, എങ്കിലേ നമുക്ക് ഫോർത്ത് ടേം കാണാൻ പറ്റും. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ ഇപ്പൊ നമുക്ക് സെക്കൻഡ് ടേം കിട്ടിയല്ലോ, ഈ സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് നോക്കുക. 33ന്ന് 24 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫോർത്ത് ടേം കണ്ടുപിടിക്കുക. നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ 42ന്റെ കൂടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 51 കിട്ടും, അതാണ് നമ്മുടെ ഫോർത്ത് ടേം ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം കൊടുത്തിട്ടില്ല, സെക്കൻഡ് ടേം 24 കൊടുത്തിട്ടുണ്ട്, തേർഡ് ടേം കൊടുത്തിട്ടില്ല, ഫോർത്ത് ടേം 42 കൊടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യാൻ പോണത്. കാരണം ഇടയിലത്തെ ഒരെണ്ണമാണ് മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അതായത് ഈ ഫോർത്തും സെക്കൻഡും കൂടി ഞാൻ ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് 42 + 24 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 33 വരും. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടാൽ മതി. ഇനി അടുത്തത്, അതായത് ഈ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുന്ന സമയത്ത്
എന്ത് കിട്ടും? 33 മൈനസ് 24 ചെയ്യുമ്പോൾ 9 കിട്ടും. ഈ 9 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ടേമിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഈ 24 9 എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ ടേം കിട്ടും 15. ഓക്കെ, ഇതാണ് സീക്വൻസ് 15, 24, 33, 42. 15, 24, 33, 42. ഓക്കെ, ഇനി നമ്മുടെ 6th അതിൽ തന്നെയുള്ള ലാസ്റ്റ്, അതിൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 24, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ആണ്. ഇടയിൽ 2 ഗ്യാപ്പ് ആണ് കേട്ടോ. അതായത് സെക്കൻഡും തേർഡും ഇല്ല. നമ്മളിപ്പോ ഉപയോഗിച്ച ഒരു മെത്തേഡും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണ വെച്ചാൽ ടേംസ് എടുക്കുക. ഇതിന്റെ മെത്തേഡാണ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ പറയാൻ പോണത്. ഇപ്പോ ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം. 42 മൈനസ് 24 ചെയ്യാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ ടേംസ് എടുക്കുക. ഇവിടെ 4ഉം ഇവിടെ ഫസ്റ്റും അല്ലേ, 4 മൈനസ് 1. ഈ ഫോർത്ത് ടേമിൽ ഈ 4ഉം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ 1 അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫോർത്ത് ടേം 42 ആണ്, അത് എഴുതി. ഫസ്റ്റ് ടേം 24 ആണ്, അതും എഴുതി. ബൈ ചെയ്യണത് ഈ 4ഉം ഈ 1ഉം ആണ് എടുക്കുന്നത്. ഇതൊരു മെത്തേഡാണ്. അത് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പൊ നമുക്ക് 42 മൈനസ് 24 ചെയ്യുമ്പോൾ 18 ആണ് കിട്ടുക. 18/3 ചെയ്യുമ്പോൾ 6 കിട്ടും. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് ഒക്കെ വന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. ഓക്കെ, ഞാൻ ഈ കോമൺ ഡിഫറൻസ് കണ്ടു, 6 വന്നു. ഇനി നമുക്ക് 24ന്റെ കൂടെ ഈ 6 കൂട്ടിയാൽ 24ന്റെ കൂടെ 6 ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം ആയ 30 കിട്ടും. 30യുടെ കൂടെ എഗൈൻ ഈ 6 ആഡ് ചെയ്താൽ തേർഡ് ടേം ആയ 36 കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. 24, 30, 36, 42 ആണ് നമ്മുടെ ഈ സീക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമ്മൾക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ ആ മെത്തേഡിലാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ അതിൽ ആ ഡൗട്ട് ഇവിടെ ക്ലിയർ ചെയ്യാം നമുക്ക്. അവിടെ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ the two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. അതായത് എവിടെ നിന്നൊക്കെയുള്ള അത് അടുത്തടുത്തുള്ള ടേം അല്ല ഇവര് തന്നിരിക്കുന്നത്. തേർഡ് ടേം 34 ഉണ്ട്, 6th ടേം 67 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താണെന്നോ കോമൺ ഡിഫറൻസ് എന്താണെന്നോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ആകെ 4 നമ്പറുകൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. കണ്ടോ, ഈ 67 ഉണ്ട്, ഒരു 34ഉം ഒരു 6ഉം ഒരു 3ഉം. ഇത് വെച്ചിട്ട് വേണം നമ്മള് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ. ആ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഫസ്റ്റ് ടേമിനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം അല്ല, ഏകദേശം എല്ലാ ടേമും നമുക്ക് കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അവിടെ തേർഡ് ടേം 34ഉം 6th ടേം 67ഉം. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ നമ്പറുകളെ മാത്രം ആദ്യം എടുക്കുക, അവിടെ കോമൺ ഡിഫറൻസ് കാണുക. എങ്ങനെയാ വെച്ചാൽ ആദ്യം ഈ 67, 34 മൈനസ് ചെയ്യുക. ഓക്കെ, അതേപോലെ 6, 3 ആഴ്ന്ന് മേലോട്ടാട്ടാ, 6, 3 മൈനസ് ചെയ്യുക. അപ്പൊ 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. അപ്പൊ 67 മൈനസ് 34 ചെയ്യുമ്പോൾ 33 വരും. ബൈ 6 മൈനസ് 3 ചെയ്യുമ്പോൾ ഒരു 3 വരും. 33/3 ചെയ്യുമ്പോൾ 11 നമുക്ക് കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് 11 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ തേർഡ് ടേം തന്നിട്ടുണ്ടല്ലോ, സെക്കൻഡ് ടേം കാണാലോ. സെക്കൻഡ് ടേം എന്ത് ചെയ്താൽ മതി, ഈ 34ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും 23. സെക്കൻഡ് ടേം കിട്ടിയാൽ ആ സെക്കൻഡ് ടേം 23ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും, അതാണ് ഈ 12. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ടേം കാണാം. ഫോർത്ത് ടേം കാണാൻ 34ന്റെ കൂടെ 11 ആഡ് ചെയ്താൽ മതി. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ മൈനസും, ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്യുക. 34 പ്ലസ് 11 45. ഫിഫ്ത്ത് ടേം ആണെങ്കിൽ 45 പ്ലസ് 11 56. അങ്ങനെ നമ്മൾ ഈ ടേംസ് ഫുൾ എടുക്കുകയാണ്. 12, 23, 34, 45, 56 എന്ന് പറഞ്ഞ എല്ലാ ടേംസും നമുക്ക് ഇവിടെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. തേർഡ് ടേം 43 ആണ്, 6th ടേം 76 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ആദ്യം ഈ 76ഉം 43 മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. കണ്ടല്ലോ, 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. അപ്പൊ 33/3 വരും. ആൻസർ 11. കോമൺ ഡിഫറൻസ് 11 ആണ്. പിന്നെയും സെക്കൻഡ് ടേം എന്ത് തന്നെയാണ്, ഈ 43ൽ നിന്ന് ഈ 11 മൈനസ് ചെയ്യുക, 32 കിട്ടും സെക്കൻഡ് ടേം. ഇനി ഈ 32ൽ നിന്ന് എഗൈൻ 11 മൈനസ് ചെയ്യുക, അപ്പൊ 21 കിട്ടും, അത് ഫസ്റ്റ് ടേം ആണ്. ഫോർത്ത് ടേം കാണാൻ ഫ്രണ്ടിലോട്ടല്ലേ, അപ്പൊ 43 പ്ലസ് 11 ചെയ്യുക, അപ്പൊ 54. 54 പ്ലസ് 11 ചെയ്യുക, അപ്പൊ 65. നമ്മുടെ സീക്വൻസ് 21,
32, 43, 65, 76. ഞാനിവിടെ ഫസ്റ്റ് മുതലുള്ള 5 ടേംസ് ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. കാരണം ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തത് തേർഡ് ടേം 2ഉം ഫിഫ്ത്ത് ടേം 3ഉം ആണ്. ഇവിടെ നമ്മൾ ആദ്യം ഈ അറ്റത്ത് വരുന്നതാണ് കേട്ടോ ആദ്യം മേലെ എഴുതേണ്ടത്. 3 - 2 ഡിവൈഡഡ് ബൈ 5 - 3. അപ്പൊ നമുക്ക് 3 - 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 വരും. 5 - 3 എന്ന് പറഞ്ഞാൽ 2 വരും. 1/2 ഹാഫ് ആണ് വരിക കേട്ടോ. ഈ 0.5 എടുക്കാം നിങ്ങൾക്ക്. ഹാഫ് ആണ് കോമൺ ഡിഫറൻസ് വരിക. അപ്പൊ നമ്മൾ സെക്കൻഡ് ടേം ആദ്യം കാണാം. തേർഡ് ടേം 2 ആണ്. സെക്കൻഡ് ടേം എന്തായിരിക്കും? 2ൽ നിന്ന് 1/2 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 1.5 വരും. അപ്പൊ 2 മൈനസ് ഹാഫ് ചെയ്യുമ്പോൾ 1.5 ആണ് സെക്കൻഡ് ടേം. നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടുമല്ലോ. അതിൽ നിന്ന് എഗൈൻ ഒരു ഹാഫ് മൈനസ് ചെയ്യുക. 1.5 ഒരു ഹാഫ് മൈനസ് ചെയ്താൽ 1 ആണ് ഫസ്റ്റ് ടേം വരിക. ഇനി നിങ്ങൾക്ക് ഫോർത്ത് ടേം ഈസി ആയിട്ട് കിട്ടും. ഫോർത്ത് ടേം പറഞ്ഞാൽ തേർഡ് ടേം 2 ആണ്. കോമൺ ഡിഫറൻസ് ഹാഫ് ആണ്. അപ്പൊ 2 പ്ലസ് ഹാഫ് ചെയ്താൽ 2.5 കിട്ടും. നമുക്ക് ഇങ്ങനെ പോവും ഈ സീക്വൻസ്. 1, 1.5, 2, 2.5, 3, 3.5 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ സീക്വൻസ് പോവാ. അടുത്തത് ഫിഫ്ത്ത് ടേം 8ഉം 9th ടേം 10ഉം ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ അറ്റത്തുള്ള 2 മേലെ കൊടുത്ത് മൈനസ് ചെയ്യാം. 10 - 8 ചെയ്തു ബൈ 9 - 5 എഴുതി. 10 - 8 എന്ന് പറയുമ്പോൾ 2 ആണ്. 9 - 5 പറയുമ്പോൾ 4 ആണ്. 2/4 എന്ന് പറയുമ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? 1/2 ആണ് വരിക കേട്ടോ. ഹാഫ് തന്നെ വരും. അപ്പൊ സെയിം സംഭവം തന്നെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് വരിക. ഫിഫ്ത്ത് ടേം 8 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. നേരെ ഫോർത്ത് ടേം കാണുക. 8ൽ നിന്ന് 1/2 മൈനസ് ചെയ്യുക. 7.5. 7.5 നിന്ന് എഗൈൻ ഒരു 1/2 മൈനസ് ചെയ്യുക. അപ്പൊ 7 വരും. ആ തേർഡ് ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം ഈ 7 ഒരു ഹാഫ് മൈനസ് ചെയ്യുക. 6.5. സെക്കൻഡ് ടേമും കിട്ടി. ഇനി 6.5 ഒരു ഹാഫ് മൈനസ് ചെയ്യുക. 6 വരും. അപ്പൊ ഫസ്റ്റ് ടേമും കിട്ടി. അപ്പൊ ഇവിടെ സീക്വൻസ് നോക്കൂ. 6, 6.5, 7, 7.5, 8, 8.5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സീക്വൻസും വരും. അടുത്തത് ഫിഫ്ത്ത് ടേം 7ഉം 7th ടേം 5ഉം ആണ്. എങ്ങനെ ആർക്ക് ക്വസ്റ്റ്യൻ തന്നാലും ഈ എൻഡിൽ വരുന്ന നമ്പേഴ്സ് ആട്ടോ നമ്മൾ മേലെ എഴുതിയിട്ട് കോമൺ ഡിഫറൻസ് കാണുക. അതായത് 5 - 7 ബൈ ഇങ്ങനെ ഞാൻ ഈ കേഴ്സർ ഇടുന്ന പോലെ തന്നെ 7 - 5. ഓക്കെ, 5 - 7 എന്ന് പറയുന്നത് -2 ആണ്. 7 - 5 പറയുന്നത് വെറും 2 ആണ്. -2/2 ചെയ്യുമ്പോൾ -1 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ടേം 7 അവർ തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഫോം എടുക്കുക. ഫിഫ്ത്ത് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് നമ്മൾ ചെയ്യുക അല്ലെ. അപ്പൊ 7 ആണ്. 7 മൈനസ് കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ 2 മൈനസ് അടുപ്പിച്ച് വരും. 7 - -1 ആണ് വരിക. അപ്പൊ 7 + 1 8 ആവും. അപ്പൊ അടുത്ത തേർഡ് ടേം കാണാൻ ഇതേ മെത്തേഡ് തന്നെയാണ്. 8 - -1. അപ്പൊ 8 2 മൈനസ് കൂടെ വരുമ്പോൾ പ്ലസ് ആവും. 8 + 1 9 ആവും. ഓക്കെ, സെക്കൻഡ് ടേം ആണെങ്കിലും അതേപോലെ 9 - -1 9 + 1 10 ആവും. ഫസ്റ്റ് ടേം ആണെങ്കിലും 10 - -1 10 + 1 11 ആവും. അപ്പൊ നമുക്ക് മേലെന്ന് ഡിസെൻഡിങ് ഓർഡറിലാണ് ഇത് വരിക. അപ്പൊ 11, 10, 9, 8, 7, 6, 5 അതാണ് ഈ -1 എന്നുള്ള കോമൺ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് അപ്പൊ നമ്മുടെ ഈ പാർട്ടില് ഇത്രേ ഉള്ളൂ. അപ്പോ ബാക്കി നമുക്ക് പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് കാണുക കേട്ടോ. താങ്ക് യു.